ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിത്യമ്മയുടെ പൊന്നു മുഞ്ചല്ലേ പറഞ്ഞ കേട്ടോണം. ഇങ്ങോട്ട് വാ. വാ. ഇങ്ങോട്ട് വരെ. ഇവിടുന്ന് തിരിച്ചു പോകുന്ന നിത്യേശിക്ക് പതുക്കെ അതിനോട് പൊരുത്തപ്പെടാനും പറ്റും. ആദ്യയുടെ സങ്കടങ്ങൾ മാറ്റിയെടുക്കാൻ ഞങ്ങൾക്കും പറ്റും. കൊണ്ടുപോയിക്കോളൂ. പിന്നെ അവള് ചോദിച്ചതുപോലെ അവള് അവകാശമൊന്നും അല്ലല്ലോ. ഹരി ഹരി ആദിയെ കൂട്ടിക്കൊണ്ട് വന്നില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോ എല്ലാവരുടെയും കണ്ണിലെ കരടായനെ. എനിക്കുള്ള ശിക്ഷ വിധിക്കാൻ കൂട്ടം കൂടി നിൽക്കാം എല്ലാവരും. അറിയാടോ, ഒരു ദുരന്തം വരുമ്പോ മനുഷ്യത്വം ഉണ്ടാവുന്നൊക്കെ പറയുന്നത് വെറുതെ. എത്ര വലിയ ദുരന്തം വന്നാലും ഓരോരുത്തര് അവരവരുടെ സ്വാർത്ഥതയെ നോക്കും. ജ്യോതി പോലും തനിക്കെതിരെ സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ. അവളെന്ത് ചെയ്യാനാ ഹരി? പോയി നിൽക്കുന്ന വീട്ടിലെ സാഹചര്യം എന്താണോ അതനുസരിച്ചല്ലേ നിൽക്കാൻ പറ്റൂ. ആദ്യം ഇവിടുന്ന് കൊണ്ടുപോകണമെന്നുള്ള തീരുമാനത്തിലാണ് എല്ലാവരും. കുടുംബക്കാർ തമ്മിലുള്ള ചർച്ചയല്ലേ എന്ന് കരുതി ഞാൻ അതിൽ നിന്ന് മാറി നിന്നത്. പിന്നെ ഞാനൊന്ന് മനുവിനോട് സംസാരിച്ച് നോക്കണം. കുറച്ച് ദിവസം കൂടി മോന് തൻ്റെ കൂടെ നിർത്താൻ. വേണ്ട ഹരി, അവരെ കൊണ്ടുപോയിക്കോട്ടെ. അവർ കാണുന്ന എളുപ്പം എന്താണെന്നറിയോ? എന്തായാലും ഞാൻ ഹോസ്പിറ്റലിലാണ്. ഇനി ആദ്യം പോകുന്നതിന്റെ പേരില് എന്തെങ്കിലും പറ്റി ട്രീറ്റ്മെന്റ് ചെയ്താലും അതിവിടെ തന്നെ നടത്താലോ. എന്നെ അവർ കൊണ്ടുപോകാൻ പോവാ. ഞാൻ നിത്യാമ്മയുടെ അടുത്തൊന്നും പോവൂല. എല്ലാം നിത്യമ്മ പറഞ്ഞു തന്നതല്ലേ. നിത്യമ്മ വയ്യാതെ ഇരിക്കല്ലേ, പിന്നെ ഞാൻ എങ്ങനെ പോവും? ഞാൻ പോവൂല. ആദ്യമോനെ ഞാൻ നിത്യ മോനെ ഞങ്ങൾക്ക് കൊണ്ടുപോയേ പറ്റൂ. അവന് നീ തന്നെ പറഞ്ഞ് മനസ്സിലാക്ക്. മോനെ, നിത്യമ്മ പറഞ്ഞതനുസരിക്കാന്ന് മോൻ നിത്യമ്മയ്ക്ക് വാക്ക് തന്നതല്ലേ. ചെല്ലു മോനെ, അവരുടെ കൂടെ ചെല്ല്. ഞാൻ പോവൂല. ജ്യോതി എന്തിനാ എന്നെ കൊണ്ടുപോകുന്നേ? എനിക്ക് നിത്യാമ്മ എത്ര ഇഷ്ടമാണെന്ന് അറിഞ്ഞൂടെ? ഞാനിന്ന് നിത്യാമ്മയുടെ അടുത്തൊന്നും പോവൂല. അമ്മൂമ്മേ, ഒന്ന് പറ അമ്മൂമ്മേ. മോൻ പോകുന്നത് മോന്റെ അച്ഛന്റെ അമ്മയുടെയും കൂടെയല്ലേ? പിന്നെന്താ, അവര് മോനെ നന്നായി നോക്കിക്കോളും. മോനെ, മോൻ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിയ
നിത്യമ്മയ്ക്കത് സങ്കടാവൂലേ? എന്താ മോനെ, നിത്യമ്മയ്ക്ക് സുഖമില്ലാതിരിക്കല്ലേ? അപ്പോ നിത്യമ്മ ഇങ്ങനെ സങ്കടപ്പെടുത്താമോ? മോനെ പറയുന്ന കേട്ടോ. അമ്മ ഞാൻ പോവൂല. ജ്യോതി, ഇത് കണ്ടോണ്ട് നിക്കാൻ പറ്റില്ല. നീ വേഗം പോയി കുഞ്ഞിനെടുത്തേ. ചെല്ലങ്ങോട്ട്. വേണ്ട അമ്മ ഞാൻ പോവൂല. ആദി വിട് വിട്. വാ ആദി. ഞാൻ പോവൂല നിത്യമ്മ. അതെ, നിത്യമ്മയുടെ പൊന്നു മോനല്ലേ? ചെല്ലു മോനെ, നിത്യമ്മയുടെ പൊന്നു മോൻ ചെല്ല്. ഞാൻ ഇങ്ങോട്ട് വാ. പോവൂല. വാ, ഇങ്ങോട്ട് വരാൻ. ഞാൻ വിട്. പറഞ്ഞ കേട്ടോണം. ഇങ്ങോട്ട് വാ. വാ, ഞാൻ വിട്. നിത്യമ്മ. ഇങ്ങോട്ട് വരാൻ. ഞാൻ പോവില്ല. വിട്. നിത്യമ്മ. മിണ്ടാതിരിക്കണം അവിടെ. എന്നെ പറഞ്ഞു വിടല്ലേ. ഞാൻ വിട്. മിണ്ടാതിരിക്കാൻ. വിട് നിത്യമ്മ. എന്നാ രഘു, ഞങ്ങളങ്ങോട്ട് ഇറങ്ങട്ടെ. ക്ഷമിക്കുന്ന നിത്യേച്ചി, മുമ്പിൽ വേറെ മാർഗങ്ങളൊന്നും ഇല്ലഞ്ഞിട്ടാ. അവനെ ഞങ്ങൾ നോക്കിക്കോളാം. മധുര